പ്രാർത്ഥനയുടെ പവറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സയൻസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു മിറാക്കിളായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ ഇത് നടക്കുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം കഴിഞ്ഞു, ഇനി ലാസ്റ്റ് ഒരൊറ്റ എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഒരു ദിവസം ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്കൊരു പനി വന്നത്. അപ്പം അന്ന് ഡോക്ടർ അത് ആദ്യം ഒരു ചെറിയൊരു ജലദോഷം പോലെ തുടങ്ങിയ പനിയാണ്, പിന്നെ അത് ഭയങ്കരമായിട്ട് കയറിക്കൂടി. അപ്പോൾ അതൊരു വൈറൽ ഫീവർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അന്നത്തെ സിംറ്റംസ് ഒക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇച്ചിരി കൂടിയ ഇനമായിട്ടുള്ളൊരു പനിയായിരുന്നു അത്. ചിലപ്പോൾ അത് വല്ലോ H1N1 ഒക്കെ ആയിരിക്കാം. അത് ഒരു മാസത്തോളം എനിക്ക് നിന്നു. ചുമച്ച് അവസാനം തൊണ്ടയൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വന്നു. ചോര തുപ്പി ഞാൻ. പക്ഷേ ഇപ്പം നമ്മുടെ വിഷയം പനിയല്ല, ആ എക്സാം ആയിരുന്നു വിഷയം. അപ്പോൾ എൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം അത് എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ കംപ്ലീറ്റ് കിടപ്പായി പോയി. അപ്പോൾ ഇനി ആ ഒരൊറ്റ എക്സാം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പൊതുവേ ഒരു സപ്ലി പേപ്പർ എന്നാണ് പറയുന്നത്. കാരണം അതിനൊരു സപ്ലി വീണ് കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പ്രയാസമാണ്. അപ്പം പൊതുവേ അങ്ങനെ ഒരു പേരുദോഷം ആ ഒരു വിഷയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഭീകര സബ്ജക്റ്റായിട്ടാണ് ഞങ്ങളുടെ ഇടയ്ക്കും ടീച്ചേഴ്സ്മാരുടെ ഇടയ്ക്കുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് സെമിനാറും അസൈൻമെൻറ്റും ഒക്കെ ചെയ്തു. അത്യാവശ്യം നല്ല ഇൻറ്റേർണൽ മാർക്കും എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ തിയറി എക്സാമിന് പാസ്സാവണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. അപ്പം ആ ഒരു എക്സാമിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിനി എക്സാം അത് എഴുതുന്നില്ല, സപ്ലി ഞാൻ എഴുതിയെടുത്തോളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ അമ്മ വിട്ടില്ല. അമ്മ പറഞ്ഞു, തോക്കുന്നെങ്കിൽ തോറ്റോട്ടെ, പക്ഷെ നീ അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് കോളേജ്, നല്ല ദൂരെയാണ് കോളേജ്. എന്നാൽ പോലും അമ്മ എൻ്റെ കൂടെ, ഞാനും അമ്മയുടെ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിൽ അമ്മ എന്നെ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോഴും കോളേജിൽ ചെന്നപ്പോഴും എല്ലാവരും നടന്നും ഇരുന്നും കിടന്നും ഒക്കെ പഠിത്തമാണ്. എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ അവിടെ ഒരു ഭിത്തിയെ ചാരി അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ എക്സാം ഹാളിൽ കയറിയപ്പം എനിക്ക് എല്ലാം ഡബിൾ വിഷനിലാണ് കാണുന്നത്. എല്ലാം ഒത്തിരിയായിട്ടൊക്കെയാണ് കാണുന്നത്. ഇരിക്കാനൊന്നും വയ്യ. എന്തൊക്കെയോ അറിയാവുന്നതുണ്ട്, അറിയാത്തതും അതിലേറെ ഉണ്ട്. അപ്പം അറിയാവുന്നത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ ഈ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നപ്പോൾ തന്നെ ഇതൊക്കെ പിന്നത്തേക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഒരു എസ്സേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ എസ്സേ വിട്ടു. എനിക്ക് ഒന്നും എഴുതാൻ അറിയില്ലായിരുന്നു ആ എസ്സേ. അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ കാര്യമൊക്കെ ഏകദേശം എനിക്കൊരു ഐഡിയ ആയി. ഇത് ഞാൻ പൊട്ടും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പായി. ഞാൻ വീട്ടിലോട്ട് വന്ന അമ്മയോടാണ് എൻ്റെ സങ്കടവും ദേഷ്യമൊക്കെ തീർത്തത്. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ എഴുതുന്നില്ല എന്നുള്ളത്, സപ്ലി എഴുതിക്കോളാം എന്ന് പറഞ്ഞ അമ്മയല്ലേ എന്നെ നിർബന്ധിച്ച് വിട്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, തോക്കുന്നെങ്കിൽ തോറ്റോട്ടെ, നമുക്ക് ഒന്നുകൂടെ എഴുതാം, സപ്ലി എഴുതാം എന്നുള്ള ഇതിൽ തന്നെയാണ് അമ്മ പറഞ്ഞത്. അപ്പം അങ്ങനെ എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മാസം എടുത്ത് അതൊക്കെ മാറി. അപ്പം പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പം ഞാൻ അതിന് മുൻപ് വരെ അങ്ങനെ വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഈ അമ്പലത്തിൽ ഞാൻ പോകാൻ തുടങ്ങി. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വെച്ച് ആ അമ്പലത്തിൽ പോയി ഭയങ്കര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സാമിന് എനിക്ക് എങ്ങനെയും പാസ്സാവണം. കാരണം ഞാൻ ചില്ലറയല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത് ആ ഒരു വിഷയത്തിന് വേണ്ടി. ഈ ഒരു വർഷം മുഴുവനും എടുത്ത് കഷ്ടപ്പെട്ടതാണ്. ഒരു പനി കാരണം ഇല്ലാണ്ടായി പോകാൻ പോകുന്നത്. ഇനി അത് ഒന്നുകൂടെ എഴുതിയെടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം അപ്പോഴത്തേക്ക് ഇനി ആ ഒരു എക്സാം സപ്ലി എഴുതണമെങ്കിൽ ഇനി ഒരു വർഷം കഴിയണം. ആ ഒരു വർഷം കഴിഞ്ഞ അടുത്ത ആ ഒരു പാരലൽ സെമ്മിൽ മാത്രമേ എക്സാം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ടച്ച് കംപ്ലീറ്റ് പോകും. പിന്നെ ഞാൻ എല്ലാം ആദ്യം മുതൽ പഠിക്കണം. അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എനിക്ക്. കാരണം ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടു ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി. ഞാനപ്പോൾ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എക്സാം എഴുതി പേപ്പറും കൊടുത്തു, അതിപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടാവും, ഇനി നീ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം, ദൈവം പോയി മാറ്റി എഴുതുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ ഭയങ്കര സില്ലി ആയിട്ട് അതിനെ എടുത്തു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ആ ക്ഷേത്രത്തിൽ പോയി. അതൊരു ദുർഗാദേവി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പോയി അവിടെ നാരങ്ങ വിളക്കുണ്ട്. അപ്പോൾ ആ നാരങ്ങ വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ ഇത് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ എക്സാമിന് എന്നെ പാസ്സാക്കി തരണം എന്നുള്ളത്. അങ്ങനെ 6 മാസം
കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പം ഈ 6 മാസവും ഒരിക്കൽ പോലും മുടങ്ങാണ്ട് എല്ലാ ആഴ്ചയിലും ഞാനിത് ചെയ്യുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം എന്താ പറയുക, ഞാൻ പാസ്സായെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. അപ്പം കൂടെ പഠിച്ചവർക്കും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഞാൻ കള്ളം പറഞ്ഞാണെന്നാണ് അവർ സത്യം പറഞ്ഞാൽ കരുതിയത്. കാരണം നീ ഇത്ര ഒന്നും എഴുതിയില്ല, അല്ല നീ പൊട്ടുമെന്ന് പറഞ്ഞ പേപ്പറിന് ഇങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഞാൻ അധികം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ആരും വിശ്വസിക്കില്ല. എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിച്ചില്ല. അപ്പം ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ശക്തി എന്നുള്ള രീതിയിലാണ് ഞാനത് വിശ്വസിക്കുന്നത്. കാരണം എഴുതിയ എനിക്കറിയാം ഞാൻ എന്താണ് അതിൽ എഴുതി വെച്ചത്. കാരണം അറിയാവുന്നത് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അധികം ചിന്തിച്ച് ടെൻഷൻ ആകാറില്ല. കാരണം സംതിങ് മിറാക്കിൾ ഹാപ്പൻഡ് എന്ന രീതിയിലാണ് ഞാനത് വിശ്വസിക്കുന്നത്. അപ്പം പിന്നെ ഇതെൻ്റെ ലൈഫിൽ നടന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ്. ഒരു വലിയ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ച് കൊണ്ടുവന്ന ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പം പിന്നെ ഒരുപാട് വർഷങ്ങൾക്കൊക്കെ ശേഷം ബുക്സൊക്കെ ഒരുപാട് വായിക്കാൻ തുടങ്ങിയപ്പം, പ്രത്യേകിച്ച് ഈ സൈക്കോളജി സംബന്ധമായ ബുക്സിനോടൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെയാണ് ഈ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിലേക്ക് ഫലിക്കുന്നത്, അല്ലെ എന്താണ് അതിൻ്റെ സയൻസ് എന്നുള്ളത് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം തന്നെ ഒരു പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ ഫലിക്കണമെങ്കിൽ നമുക്കതിൽ നല്ല വിശ്വാസം വേണം. ഞാൻ ഈ 6 മാസക്കാലവും ആ അമ്പലത്തിൽ പോയി ദേവിയോട് ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കൽ പോലും ഞാൻ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നോ തോക്കുമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് വളരെ വാസ്തവമാണ്. കാരണം ഒരിക്കൽ പോലും അയ്യോ ഞാൻ പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട് ഒരിക്കലും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് ജയിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഞാനങ്ങ് ഭയങ്കര കഠിനമായിട്ടങ്ങ് പ്രാർത്ഥിച്ചു. എനിക്ക് ജയിച്ചാലേ പറ്റുള്ളൂ, അല്ലാണ്ടൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അത്ര വിശ്വാസം അർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോ സജഷനാണ്. അപ്പം നമ്മളിത് നിരന്തരം ഇതിങ്ങനെ ഈ ഒരു അഫർമേഷൻ പറയുന്നു, ഓക്കെ ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു അഫർമേഷൻ നിരന്തരമായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായാൽ അത് സംഭവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഞാൻ ഉണ്ടാക്കുകയാണ്, ഇങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ല, ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് നമുക്കറിയാം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ അങ്ങനൊരു പ്ലാൻ ബി എന്ന് പറയുന്ന സംഭവം ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. അപ്പം വളരെ വിശ്വാസത്തോടു കൂടി ഈ ഒരു അഫർമേഷൻ നിരന്തരമായിട്ട് ഞാനത് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, അല്ല നിരന്തരമായിട്ട് ഞാനിതിങ്ങനെ ഉരുവിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പം പ്രാർത്ഥനയുടെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം നിരന്തരമായിട്ട് നല്ല ഫീലിങ്സോട് കൂടി റിപ്പീറ്റായിട്ട് പറയുമ്പം അത് എന്തായാലും നടക്കും. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ ശാസ്ത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളിപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും വിശ്വസിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക, നല്ല ഫീലിങ്സോടുകൂടി പ്രാർത്ഥിക്കുക, എന്തായാലും അത് നടക്കുക തന്നെ ചെയ്യും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.